നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാന്നാർ കലാ കൊലപാതകത്തിൽ ഇസ്രയേലുള്ള ഒന്നാം പ്രതിയായ ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായി ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഓപ്പൺ വാറന്റ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പോലീസ് സമർപ്പിച്ച അപേക്ഷയിലാണ് ഈ നടപടി. ഇസ്രയേലിൽ ജോലി നോക്കുന്ന അനിലിന്റെ പാസ്പോർട്ട് നമ്പറും വിലാസവും സ്പോൺസറുടെയും കമ്പനിയുടെയും വിശദാംശങ്ങളും ഉൾപ്പെട്ട വാറന്റ് അന്വേഷണ ഉദ്യോഗസ്ഥരായ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർക്ക് കോടതി കൈമാറി. അടുത്ത ഘട്ടമെന്ന നിലയിൽ ഓപ്പൺ വാറന്റ് പോലീസ് ആസ്ഥാനം വഴി ക്രൈംബ്രാഞ്ച് മുഖേന സിബിഐക്ക് കൈമാറും. തുടർന്ന് സിബിഐ ഡൽഹി ഓഫീസിലെ ഇന്റർപോൾ വിഭാഗം അനിലിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും. അതോടൊപ്പം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് എമിഗ്രേഷൻ വിഭാഗം മുഖേന എംബസികൾക്കും വിമാനത്താവളങ്ങൾക്കും കൈമാറും. അനിൽ ഇസ്രയേലിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും കടക്കുന്നത് തടയാൻ ഇതുവഴി സാധിക്കും. വീട്ടുകാരെയും ബന്ധുക്കളെയും സമ്മർദ്ദത്തിലാക്കിയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അനിലിനെ സ്വമേധയാ നാട്ടിലേക്ക് വരാനുള്ള ഒരു അവസരമുണ്ടാക്കാനും അന്വേഷണ സംഘം പരിശ്രമിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ഇരമത്തൂർ മാന്നാർ ഭാഗങ്ങളിൽ പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികളും രംഗത്തെത്തി. കലയുടെ മൃതദേഹവുമായി 3 പേർ തന്നെ സമീപിച്ചിരുന്നതായി മാന്നാർ സ്വദേശിയായ സോമൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേസിലെ സാക്ഷി സുരേഷ് കുമാർ കൊലപാതകത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതായി മുരളീധരൻ എന്നയാളും പറയുന്നു. എന്നാൽ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് ഇത്രയും കാലം മറച്ചുവെച്ചു എന്നത് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിലെ സത്യാവസ്ഥ എന്താണെന്നും പോലീസ് പരിശോധിക്കുകയാണ്. 15 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികളാണ് രംഗത്തെത്തുന്നത്. ഇത് അന്വേഷണത്തിന് ഗുണം ചെയ്യുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. കലയുടെ മൃതദേഹവുമായി 3 പേർ തന്നെ സമീപിച്ചെന്നും ഒപ്പം കേസിലെ പ്രതികളായ ജിനുവും പ്രമോദും ഉണ്ടായിരുന്നതായും മാന്നാർ സ്വദേശി സോമൻ പറയുന്നു. നിലവിൽ കേസിലെ സാക്ഷികളായ സുരേഷ് കൊലപാതക വിവരം തന്നോട് പറഞ്ഞതായി മുരളീധരൻ എന്നയാളും വെളിപ്പെടുത്തി. മുരളീധരനും സോമനും SNDPയുടെ മുൻ പ്രസിഡന്റുമാരാണ്. മാന്നാർ SNDP ശാഖായോഗവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കേസിൽ തുമ്പ് ഉണ്ടാക്കിയതെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അതിനിടെ കേസിൽ തുമ്പുണ്ടാക്കാൻ തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തുകയാണ് പോലീസ്. കൂടുതൽ വെളിപ്പെടുത്തലുമായി സാക്ഷികൾ രംഗത്ത് എത്തുകയും ചെയ്യുന്നുണ്ട്. കല കൊല്ലപ്പെട്ടതാണെന്ന് 15 വർഷം മുമ്പേ പലർക്കും അറിയാമായിരുന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. പക്ഷേ നാട്ടിലെ സംസാരമൊന്നും ഇത്രയും കാലം പോലീസിന്റെ ചെവിയിൽ എത്താത്ത ഒരു രഹസ്യമായിരുന്നു. ഇപ്പോൾ ഒരു ഊമക്കത്ത് കിട്ടിയപ്പോഴാണ് പോലീസ് ഇത് അറിയുന്നത്. അന്വേഷണം തുടങ്ങിയത് അമ്പലപ്പുഴ പോലീസും. നേരത്തെ അറിവുണ്ടായിരുന്ന പലരും ഭയം കാരണമാണ് ഇതുവരെ വെളിപ്പെടുത്താത്തതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം നേരിട്ടറിഞ്ഞ ചിലരിൽ നിന്ന് രഹസ്യം ചോർന്നെന്നും പ്രദേശത്ത് പലരും അറിഞ്ഞു എന്നുള്ള സംസാരം നാട്ടിൽ തന്നെയുണ്ട്. എന്നിട്ട് പോലീസിന് ഒരു സൂചന ലഭിച്ചില്ല എങ്കിൽ അത് വലിയൊരു വീഴ്ചയാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് സംഭവത്തെപ്പറ്റി അറിയാമെന്നാണ് പോലീസ് കരുതുന്നത്. 15 വർഷം മുൻപ് രാത്രിയിൽ കലയുടെ മൃതദേഹവുമായി പ്രതികളെ കാറിൽ കണ്ടെന്ന് കഴിഞ്ഞ ദിവസം സോമൻ വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം നേരത്തെ പോലീസിനോടും പറഞ്ഞെന്ന് സോമൻ അറിയിച്ചിട്ടുണ്ട്. അത് പോലീസും ശരിവയ്ക്കുന്നു. സുരേഷ് കുമാർ എന്നയാൾ മൃതദേഹം മറവ് ചെയ്യാൻ സഹായം ചോദിച്ചുവെന്നായിരുന്നു സോമന്റെ തുറന്നു പറച്ചിൽ. കുട്ടമ്പേരൂർ മുട്ടേൽ പാലത്തിനു സമീപം കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് സുരേഷ് കുമാർ തന്നോട് പറഞ്ഞതായി SNDP യോഗം മുൻ ഭാരവാഹി മുരളീധരൻ പോലീസിനോട് പറഞ്ഞത്. ആ വഴിക്കുള്ള അന്വേഷണം പോലീസ് നടത്തിയതായി സൂചനയില്ല. മൃതദേഹം കാറിൽ കണ്ടെന്ന് മറവ് ചെയ്യാൻ അനിൽ സഹായം തേടിയെന്നും പോലീസിനെ അറിയിച്ച സുരേഷ് കുമാറാണ് ഇപ്പോൾ കേസിലെ പരാതിക്കാരൻ. കലയുടെ ബന്ധു എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവര റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ സുരേഷ് അനിലിന്റെ ബന്ധുവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് പിടികൂടിയ ശേഷം വിട്ടയച്ച മറ്റൊരാളിനും സംഭവം അറിയാമായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇരുവരെയും പ്രതികളാക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കേസിൽ സാക്ഷികളെ വേണ്ടിവരുമെന്നതിനാലാണ് ഇവരെ ഒഴിവാക്കിയതെന്നാണ് അറിയുന്നത്. അതേസമയം ഇവർ പോലീസിന് നൽകിയ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ മാറ്റിപ്പറയാൻ പ്രയാസമാകുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.